നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു BLDC മിക്സർ ഗ്രൈൻഡർ ആണ്. ആറ്റംബർഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 550 വാട്ട്സ് ഉള്ള മിക്സർ ഗ്രൈൻഡർ ആണിത്. സാധാരണ മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആ മിക്സർ ഗ്രൈൻഡറിൽ ഒന്നും ഇല്ലാത്ത കുറെ അധികം എക്സ്ട്രാ പ്രീമിയം ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ മറ്റ് മിക്സർ ഗ്രൈൻഡറിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യസ്തത എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് കാണാം, അതിനുശേഷം ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് പരിചയപ്പെടാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. നല്ല അടിപൊളി ഒരു ബോക്സും പാക്കിങ്ങും ഒക്കെയാണ്. പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ബോക്സിന് മുകളിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുക യൂസർ മാനുവൽ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു റെസിപ്പി കാർഡും ലഭിക്കുന്നുണ്ട്. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 4 ജാറുകൾ കിട്ടുന്നുണ്ട്. 1.5 ലിറ്ററിന്റെ ലിക്വിഡൈസിംഗ് ജാർ, 1 ലിറ്ററിന്റെ മൾട്ടിപർപ്പസ് ജാർ, 1/2 ലിറ്ററിന്റെ ചട്നി ആൻഡ് ഡ്രൈ ഗ്രൈൻഡിംഗ് ജാർ, പിന്നെ മറ്റൊരു 1/2 ലിറ്ററിന്റെ ചോപ്പർ ജാറും ലഭിക്കുന്നുണ്ട്. പിന്നെ ജാറുകളുടെ ഉള്ളിൽ നിന്ന് വടിച്ചെടുക്കാനുള്ള ഒരു സ്പാറ്റുലയും ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ്, അതായത് ഈ ഇരിക്കുന്ന മിക്സർ ഗ്രൈൻഡറിന്റെ ബേസ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള വെന്റിലെസ് ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. കാണാൻ നല്ല ലുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. 3 കളർ വേരിയന്റുകളിൽ ഇത് അവൈലബിൾ ആണ്. ബ്ലാക്ക്, പേൾ വൈറ്റ്, റെഡ് വൈറ്റ്. ഈ മെയിൻ യൂണിറ്റിന് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ABS മെറ്റീരിയലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം ലഭിക്കുന്ന ജാർസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. അതിനോടൊപ്പം ജാറിന്റെ അടപ്പുകളും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാ ലിഡിലും ഇതേപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുന്ന സമയത്തൊന്നും അടപ്പ് തട്ടിപ്പോകുന്നുള്ള പേടിയുടെ ആവശ്യമില്ല. നല്ല ടൈറ്റ് ആയിട്ട് ഇത് ലോക്ക് ആയിക്കോളും. ചോപ്പർ ജാറിൽ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇല്ല. ചോപ്പർ ജാറിൽ ലോക്ക് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ ലോക്ക് ആയിക്കോളും. ഇനി നമ്മൾ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ലിഡ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഈ ലിഡിന് മുകളിൽ ചെറിയൊരു ഓപ്പണർ ഉണ്ട്. അതിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനോ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇടാനോ സാധിക്കുന്നതാണ്. പക്ഷേ ചോപ്പിംഗ് ജാറിൽ ഈ ഒരു ഓപ്പണർ നൽകിയിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും മെയിൻ യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ യൂണിറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബിഗ് കൺട്രോൾ നോബ് നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റിനുമായിട്ട് LED ലൈറ്റും കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇതിന്റെ താഴെയായിട്ട് ചെറിയ സെക്ഷൻ കപ്പുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിയുമെന്നോ തെന്നി മാറുമെന്നോ ഒന്നുമുള്ള പേടി വേണ്ട. നിങ്ങൾ നോക്കിക്കോ, നല്ല രീതിയിൽ ഇത് പറ്റിപ്പിടിച്ച് ഇരുന്നോളും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ അരയ്ക്കുന്ന സമയത്ത് മിക്സി മറിഞ്ഞു പോകുന്നോ തെറിച്ചു പോകുന്നോ ഒന്നുമുള്ള പേടിയുടെ ആവശ്യമില്ല. ആ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുമുണ്ട്. അപ്പം ഈ ഒരു കാര്യം എനിക്ക് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സാധാരണ നമ്മൾ മിക്സർ ഗ്രൈൻഡറൊക്കെ ഇൻവെർട്ടറിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോകുന്നൊരു പ്രശ്നമൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഇൻവെർട്ടറിലും ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം RPM 2000-ഉം മാക്സിമം RPM 18000-ഉമാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കുറച്ച് നേരം ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും വലിയ രീതിയിലുള്ള ഹീറ്റ് ആകത്തില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ സൗണ്ട് വളരെ കുറവാണ്. ഇനി ഇതിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അതും സാധിക്കും. മഞ്ഞളൊക്കെ ഉണങ്ങി ഇത് പൊടിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ്. അതൊക്കെ നമുക്ക് ഇതിലിട്ട് വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഒപ്പം ഇതിൽ നൽകിയിരിക്കുന്ന ചോപ്പർ ബ്ലേഡ് ഉണ്ടല്ലോ, അത് നമുക്ക് 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 2 ചോപ്പർ ബ്ലേഡ് അറ്റാച്ച് ചെയ്തുകൊണ്ട് ചോപ്പ് ചെയ്യാം. ഇനി ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം ഊരി മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ട് ചോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നൽകിയിരിക്കുന്ന കോഴ്സ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഗ്രൈൻഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസിന് നല്ല രീതിയിലുള്ള കൺസിസ്റ്റൻസി കിട്ടും. അതിനോടൊപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഈ മോഡ് ഉപയോഗിച്ച് ചട്നിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് പൾസ് മോഡാണ്. പൾസ് മോഡ് എല്ലാ മിക്സിയിലും ഉണ്ടായിരിക്കും. അതായത് നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ ഹൈ സ്പീഡിൽ മാക്സിമം സ്പീഡിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ടാണ് ഈ പൾസ് മോഡ് ഉപയോഗിക്കുന്നത്. ഇനി പൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ നോക്കി. ഞാനിത് ഉപയോഗിച്ചപ്പോൾ ഇതിലെ കോഴ്സ് മോഡും പിന്നെ ചോപ്പറും എനിക്കിതിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇനി നമുക്ക് ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സും LED ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ LED റിംഗ് ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പവർ ഓൺ ആണെന്നും അതേപോലെ തന്നെ ഇതിൽ ജാർസ് ഒന്നും വെച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ ജാർ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷമേ ഇതിന്റെ മോട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ സൗണ്ട് എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ഇത് നമ്മൾ 1-ലിട്ടാലും 2-ലിട്ടാലും ഒരേ സൗണ്ട് തന്നെ ആയിരിക്കും. നമ്മളിത് തിരിക്കുന്നതിനനുസരിച്ച് ഏത് സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഈ ബ്ലൂ ലൈറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിലെ ജാർ ഡിറ്റക്ഷൻ ടെക്നോളജി എന്താണെന്ന് നോക്കാം. ഇതിൽ ജാർ പ്രോപ്പറായിട്ട് വെക്കാതെ നമ്മളിത് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓൺ ആകത്തില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ബീപ്പ് സൗണ്ടോട് കൂടി ഒരു റെഡ് കളർ ലൈറ്റ് തെളിഞ്ഞു വരും. മിക്സർ ഗ്രൈൻഡർ ഓൺ ആകണമെന്നുണ്ടെങ്കിൽ ജാർ പ്രോപ്പറായിട്ട് വെച്ച് ലോക്ക് ആയതിനു ശേഷം മാത്രമേ ഓൺ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മിക്സർ ഗ്രൈൻഡർ ആയിട്ട് ആറ്റംബർഗിന്റെ ഈ ഒരു മോഡൽ മാറിയിട്ടുള്ളത്. അപ്പൊ
പറഞ്ഞു വരുമ്പം ഫീച്ചേഴ്സ് മാത്രമല്ല വർക്കും പെർഫെക്റ്റ് ആണ്. നല്ല രീതിയിൽ നമുക്കിത് വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. BLDC മോട്ടർ ആയതുകൊണ്ട് കറണ്ടും നമുക്ക് ലാഭിക്കാൻ സാധിക്കും. സാധാരണ മിക്സർ ഗ്രൈൻഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ BLDC മിക്സർ ഗ്രൈൻഡറിന് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൊടുത്ത പൈസ നമുക്ക് കറണ്ട് ബില്ലിൽ ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മിക്സിയുടെ ഈ ഒരു ഡിസൈൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പുറത്തെങ്ങും തന്നെ ഒരു ഹോളോ ഗ്രില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്നോളും. സാധാരണ മിക്സിയിൽ കുറെ ഗ്രില്ലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസൈൻ്റെ ഇടയ്ക്കൊക്കെ അഴുക്കും പൊടിയും ഒക്കെ കയറി ഇരുന്ന് വളരെ വൃത്തികേടായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും വീട്ടിൽ മിക്സികൾ പലപ്പോഴും ഉണ്ടാകുക. പക്ഷെങ്കിൽ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാനായിട്ട് സാധിക്കും. 2 ഇയർ പ്ലസ് 1 ഇയർ വാറണ്ടി ഇതിന് ലഭിക്കുന്നുണ്ട്. ആറ്റംബർഗിന്റെ വാറണ്ടിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ ആറ്റംബർഗിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാറണ്ടിയും കസ്റ്റമർ സപ്പോർട്ടും ഇവർ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. 2 ഇയർ പ്ലസ് 1 ഇയർ വാറണ്ടിയാണ്. അപ്പൊ ടോട്ടൽ 3 വർഷം വാറണ്ടി കിട്ടും. അപ്പൊ ഈ 3 വർഷം വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലസ് 1 ഇയർ വാറണ്ടി നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബൈ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ വെബ്സൈറ്റിൽ വാറണ്ടി രജിസ്റ്റർ ചെയ്തേക്കുക. ഇനി ഇത് ഉപയോഗിച്ചതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ജാറ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് ജാറ് വെച്ചു എന്നുള്ള കാര്യം സെൻസ് ചെയ്യുന്നത്, അത് സെൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കത്തില്ല. അതിനോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, വാർണിംഗ് ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. സാധാരണ മിക്സർ ഗ്രൈൻഡറിൽ ഒന്നും ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ വർക്കിലും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല. നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പ്രോപ്പറായിട്ട് തന്നെ അരച്ച് പൊടിച്ചെടുക്കാനായിട്ട് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനും ബൈ ചെയ്യാനും സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.